ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം. മനുഷ്യന്റെ ദുഃഖവും മരണവും നാടിന്റെ പ്രതിസന്ധിയും അപകടങ്ങളുമൊക്കെ ചിലർക്ക് സമൂഹമാധ്യമങ്ങളിൽ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഉപാധികളായി മാറുന്നതായി കേരള പോലീസ്. അനാവശ്യ ഇടപെടലുകളും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളോടും സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളിയാണെന്നും കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണ് എന്നത് ഓർമ്മ വേണം. ഒരാളുടെ അനുമതിയില്ലാതെ അയാളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമ നടപടിക്ക് കാരണമാകാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 സെക്ഷൻ 66E പ്രകാരം ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും കേരള പോലീസ് ഓർമ്മപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുടുംബശ്രീ സംരംഭകർക്ക് എളുപ്പത്തിൽ വായ്പ ലഭിക്കാൻ വഴിയൊരുങ്ങുന്നു. ഇതിനായി പ്രത്യേക വായ്പാ ആപ്ലിക്കേഷൻ കുടുംബശ്രീ വികസിപ്പിച്ചു. സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യമാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത്. കുടുംബശ്രീയിൽ കുറഞ്ഞത് 2 വർഷം അംഗത്വമുള്ളവർക്ക് അപേക്ഷിക്കാം. 1 വർഷമെങ്കിലുമായി സ്വന്തം സംരംഭവും വേണം. വായ്പയ്ക്കായി രേഖകളോ ഈടോ ആവശ്യമില്ല. 10 ലക്ഷം രൂപ വരെ വായ്പ കിട്ടും. വായ്പ കൃത്യമായി തിരിച്ചടക്കുന്നവർ ആയിരിക്കണം അപേക്ഷകർ. ഇതുറപ്പാക്കാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവരാകണമെന്ന നിബന്ധനയുമുണ്ട്. വായ്പ ആവശ്യമുള്ളവർ തൊട്ടടുത്തുള്ള CDSകളെയാണ് ബന്ധപ്പെടേണ്ടത്. അംഗങ്ങൾക്ക് നേരിട്ട് ആപ്ലിക്കേഷനിലൂടെ അപേക്ഷിക്കാനാകില്ല. മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാരുടെ സഹായത്തോടെയാണ് വായ്പാ നടപടി പൂർത്തിയാക്കുന്നത്. വായ്പ ആവശ്യമുള്ള അയൽക്കൂട്ട അംഗങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതും സംരംഭത്തിന്റെ സ്ഥിതി വിലയിരുത്തുന്നതും അപേക്ഷ നൽകുന്നതുമെല്ലാം MECമാരാണ്. ഇത് ബാങ്കുകൾ പരിശോധിച്ച ശേഷം വായ്പ അനുവദിക്കും. 13 ബാങ്കുകളാണ് ആപ്ലിക്കേഷനിലുള്ളത്. ആനുകൂല്യങ്ങൾ, പലിശ നിരക്ക്, തിരിച്ചടവ് കാലാവധി തുടങ്ങിയവ ആപ്ലിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കി ഏത് ബാങ്ക് വേണമെന്ന് അംഗത്തിന് തീരുമാനിക്കാം. കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ സബ്സിഡി ലഭിക്കും. പണമടയ്ക്കുന്നതും മറ്റും ബാങ്കുമായി നേരിട്ടുള്ള ഇടപാടാകും. പുതിയ രീതിയിൽ അപേക്ഷ നൽകുന്നത് വഴി വായ്പ കിട്ടുന്നതിലെ കാലതാമസം, മറ്റു രേഖകളുടെ ആവശ്യങ്ങൾ എന്നിവ ഒഴിവാക്കാമെന്ന് കുടുംബശ്രീ അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകളിൽ മാത്രം. ജൂൺ 15 മുതൽ 100 ദിവസം ഇതിന്റെ പ്രായോഗികതയും സാമ്പത്തിക വശങ്ങളും വിശദമായി പഠിക്കാനാണ് ധാരണ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനം. ജൂൺ 15 ആരംഭിക്കുന്ന സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി സർവീസുകൾ മാത്രമായിരിക്കും. ഈ സൗജന്യ യാത്രയുടെ തുക പൂർണ്ണമായും സർക്കാർ KSRTCക്ക് സബ്സിഡിയായി തിരികെ നൽകുമെന്നാണ് പ്രഖ്യാപനം. ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ച് 100 ദിവസം ഇതിന്റെ പ്രായോഗികതയും സാമ്പത്തിക വശങ്ങളും വിശദമായി പഠിക്കും. ഈ വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും അടുത്ത ഘട്ടം. KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നത് പഠിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഏതൊക്കെ ബസ്സിൽ പദ്ധതി നടപ്പാക്കിയാൽ എത്ര രൂപ വീതം ചെലവ് വരുമെന്ന കണക്കുകൾ KSRTC നേരത്തെ കൈമാറിയിരുന്നു. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയാണ്. ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയാൽ നഷ്ടം 57 കോടിയായിരിക്കും എന്നുമാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.